നമസ്കാരം. ഈ ബി ജെ പിക്കാർക്കെല്ലാം ഭ്രാന്തായോ? ഒരു സംശയം കൊണ്ട് ചോദിക്കുക. പ്രത്യേകിച്ച് ശോഭ സുരേന്ദ്രനും ശോഭയുടെ ഇഷ്ടതോഴനായ പി സി ജോർജിനും അയാളുടെ മകനുമൊക്കെ വട്ടായോ എന്നാണ് ജനം ചോദിക്കുന്നത്. മുൻപ് പി സി ജോർജിന്റെ ഇനിഷ്യൽ പി സി എന്നതിന്റെ ഫുൾ ഫോം എന്താണെന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നത് ശോഭ സുരേന്ദ്രനായിരുന്നു. അവർ തമ്മിൽ അത്രമാത്രം ആത്മബന്ധമാണുള്ളത്. ശോഭയുടെ ശോഭ കെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം ബി ജെ പിയുടെ തന്നെ ശോഭ കെടുത്തിക്കളയുമെന്നാണ് പൊതുവെയുള്ള അടക്കം പറച്ചിൽ. ശോഭയുടെ സ്വഭാവം ഇതാണ്: കൈയക്ഷരം നന്നാകാത്തതിന് പേനെ കുറ്റം പറയുന്ന രീതി. അതായത് മുഖം നന്നാവാത്തതിന് കണ്ണാടിയെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ ഏത് കാര്യത്തിനും മുഖത്ത് നോക്കി പച്ച നുണ പറയാൻ ഒരു മടിയുമില്ലെന്ന് പാലക്കാട്ടെ സംഭവത്തോടെ തെളിയിച്ചു കഴിഞ്ഞു. എന്താ ഒരു തൊലിക്കട്ടി അല്ലേ? പി സി ജോർജിനും മകനും മാത്രമേ ഇതേ തൊലിക്കട്ടി ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളൂ. കയ്യോടെ നാട്ടുകാർ പിടികൂടിയ വിഷയത്തിലും പറയുന്ന കള്ളവും കാണുന്ന ദൃശ്യങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല. തൻ്റെ നിഴലാണ് കൂടെ കാണുന്നതെന്നാണ് ശോഭ ആണയിട്ട് പറയുന്നത്. ശരിയാ, വെയിലത്ത് നിന്ന് നോക്കിയാൽ അവനവൻ്റെ നിഴൽ കൂടെ കാണും. നിഴൽ എപ്പോഴും പ്രേതങ്ങളെ പോലെയാണ്. വെളുത്ത വസ്ത്രവും മുല്ലപ്പൂവും അവരുടെ ഡ്രസ് കോഡാണ്. ഏതാ പ്രേതങ്ങളുടെ? എന്തിനാ ശോഭയെ ഈ വീണെടുത്ത് കിടന്ന് ഉരുളുന്നത്? കപ്പനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ. സത്യത്തിൽ പാലക്കാട് സംഭവിച്ചത് അതായിരിക്കും. വിജയം കൈപ്പിടിയിൽ ഒതുക്കിയെന്നൊക്കെ ഗീർവാണമടിച്ചു നിൽക്കുന്ന സമയത്താണ് ഈ വേണ്ടാധീനത്തിന് പോയത്. തെരഞ്ഞെടുപ്പ് കാലത്ത് മുറുക്കാൻ മേടിക്കാനും മരുന്ന് മേടിക്കാനും എന്തിന് ആടിനെ മേടിക്കാൻ വരെ പലരും പണം കൊടുത്തിട്ടുണ്ട്, കൊടുക്കാറുമുണ്ട്. പക്ഷേ അതെല്ലാം വിശ്വസ്തരായ അനുചരന്മാരെ ഉപയോഗിച്ചുള്ള കളികളായിരിക്കും. ശോഭയ്ക്കാരെയും വിശ്വാസമില്ല എന്നുള്ളതാണ് പറ്റിയ അബദ്ധം. കാരണം ശോഭയുടെ സ്വഭാവം തന്നെയാണ് മുഴുവൻ പേർക്കും ഉള്ളതെന്നാണ് ശോഭയുടെ ചിന്ത. അവരെങ്ങാനും കിട്ടുന്നതിൽ പാതി അടിച്ചെടുത്താലോ? ആ കഥ അവിടം കൊണ്ട് തീർന്നു, അവിടെ നിൽക്കട്ടെ. അപ്പോഴാണ് പുതിയ കഥയുമായി ഇന്നലെ ഇറങ്ങിയിരിക്കുന്നത്. ആലപ്പുഴയിലുള്ള ഒരു ബി ജെ പി വനിതാ മെമ്പർ ബോധപൂർവം ചെയ്ത പ്രവൃത്തിയായിട്ടാണ് ശോഭ ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നത്. അവരെ ഫോണിൽ വിളിച്ച് പിതൃസ്തുതി പാടുന്നതും ഒപ്പന പാടുന്നതും ആളവരെല്ലാം കേട്ടു. ഒപ്പം ഭീഷണിപ്പെടുത്തുന്നത്. എന്തു വന്നാലും ആ സ്ത്രീയെ നേരെ ചൊവ്വേ ജീവിക്കാൻ അനുവദിക്കില്ലെന്നാണ് ശോഭ പറഞ്ഞതിന്റെ ബാക്കി പത്രം. പാർട്ടിക്കാർക്ക് ഇപ്പോഴുള്ള സംശയം മറ്റൊന്നാണ്: ശോഭയ്ക്ക് ഈ രീതിയിലൊക്കെ സംസാരിക്കാൻ പി സി ജോർജ് പഠിപ്പിച്ചതാണോ, അതോ പി സി ജോർജിനെ ഇതുപോലെ തരംതാണ ഭാഷ പഠിപ്പിച്ചത് ശോഭ ആണോ എന്നാണ് അവരുടെ സംശയമാണ്. അതാർക്കും ആ സംശയം തോന്നും. ഏതായാലും മറ്റുള്ളവർക്ക് ആവശ്യമെങ്കിൽ ഈ രണ്ട് മുതലുകളെ കൊണ്ടും മറ്റുള്ളവർക്ക് ട്രെയിനിങ് കൊടുപ്പിക്കാം. അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ബി ജെ പി തുടങ്ങുമെന്നാ കേൾക്കുന്നത്. ഓൺലൈനായോ ഓഫ്ലൈനായോ പദ്ധതി ആരംഭിക്കാം. പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിനെ ആ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാളായി നിയമിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഈ നാട്ടിലെ ബി ജെ പിക്കാർ തമ്മിൽ തെറിയോട് തെറിയായിരിക്കും. ഏതായാലും പാലക്കാട്ടെ പാർട്ടിക്കാർക്ക് തൃപ്തിയായി കാണും. ഇതുപോലെ ഒരു മുതലിനെ തന്നെ നേതാവായി കൊണ്ടുവന്ന് വാഴിച്ചതിൽ അവർക്കിപ്പോൾ കുറ്റബോധം ഉണ്ടാകുമോ എന്നറിയില്ല. കേരളത്തിൽ വിജയസാധ്യത ഉണ്ടായിരുന്ന ബി ജെ പിയുടെ ഒരു സീറ്റാണ് ഇതോടുകൂടി നഷ്ടമാകുന്നത്. ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെ ചാടിയാൽ ചട്ടിയോളം. ആ ആപ്തവാക്യം ശോഭ പഠിക്കാതെ പോയതാണ് ശോഭയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം.